ഹലോ എവ്രി വൺ. ഓണസദ്യയുടെ എല്ലാം വീഡിയോസ് കണ്ട് നമ്മുടെ ഓണസദ്യയുടെ വീഡിയോയും കൂടി ഒന്ന് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. 2 മണിക്കൂർ കൊണ്ട് എങ്ങനെ ഒരു നല്ല ഓണസദ്യ ഉണ്ടാക്കാം എന്നാണ് എൻ്റെ ശ്രമം. നമ്മൾ 2 മണിക്കൂർ കൊണ്ട് ഒരു 10-15 വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ഉദ്യമത്തിലാണ്. ഓണസദ്യ ഒത്തിരി പേര് വാങ്ങിക്കാൻ പോയെന്നും കേരളയിൽ ക്യൂ ഒക്കെ നിന്ന് പ്രോബ്ലംസ് ഉണ്ടായി കിട്ടാതെ വന്നു എന്നൊക്കെ ഉണ്ടല്ലോ. അത്ര ഒന്നും പാടില്ല. 1-2 പേര് ശ്രമിച്ചാൽ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് വിഭവസമൃദ്ധമായ സദ്യ വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത വർഷമെങ്കിലും എല്ലാവരും സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഓണസദ്യ ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഒരു 11 മണിയായിട്ട് ആയപ്പോഴാണ് തുടങ്ങിയത്. ഒരു 1 മണിയോടെ തീർക്കണമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഹെൽപ്പേഴ്സ് ഒന്നുമില്ല, തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾ എല്ലാം തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി തലേന്നേ വെച്ചിരുന്നു. അപ്പം നമ്മൾ എന്തൊക്കെ വെജിറ്റബിളാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. മത്തങ്ങ ഒരു 1/2 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, പിന്നെ പടവലങ്ങ, പിന്നെ ചേന, പിന്നെ 3-4 വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് സാമ്പാറിനും അവിയലിനും തോരനും ഒക്കെ വേണം. പിന്നെ തക്കാളിക്ക, മുരിങ്ങയ്ക്ക മുറിച്ച് വെച്ചിട്ടുണ്ട്, കോവയ്ക്ക, ബീട്രൂട്ട്, വെള്ളരിക്ക, പിന്നെ കുറച്ച് വെണ്ടയ്ക്ക. പിന്നെ നമുക്ക് വേണ്ടിയ എല്ലാ കറികൾക്കും വേണ്ട സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി. പിന്നെ ഓണമൊക്കെ അതുകൊണ്ട് കുക്കിംഗ് എല്ലാം കോക്കനട്ട് ഓയിലാണ്. അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ, പിന്നെ പാലടയുടെ മിക്സ്, പിന്നെ കരിയാപ്പലയൊക്കെ നല്ലപോലെ വേണമല്ലോ. അപ്പോൾ കുറച്ച് കരിയാപ്പലയൊക്കെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ മിൽക്ക് പായസത്തിന് വേണ്ടിയുള്ളത്. അപ്പോൾ നമുക്ക് പായസം അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ചിട്ട് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. 1 ലിറ്റർ പാല് തിളപ്പിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ചിട്ട് നമ്മൾ പാലട മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് 1/2 മണിക്കൂർ സ്ലോ ഫ്ലെയിമിൽ കുക്കാകണം. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വാഴയ്ക്കൊക്കെ ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കര കളഞ്ഞ് വാരിയിട്ടുണ്ട്. തോരന് വേണ്ടിയും അവിയലിന് വേണ്ടിയും സാമ്പാറിന് വേണ്ടിയും അതിൻ്റെ വേണ്ടുന്ന സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തോരന് വേണ്ടിയുള്ളതാണ്. പിന്നെ ഇതെല്ലാം നീളത്തിൽ നമ്മൾ അവിയലിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് സാമ്പാറിനുള്ള കഷ്ണങ്ങളാണ്. വെള്ളരിക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് പച്ചടിക്ക് വേണ്ടി, പിന്നെ പല കറികൾക്കും വേണ്ടി 2-3 തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വഴറ്റി വേണം നമുക്ക് സാമ്പാറിൽ ചേർക്കാനായിട്ട്. പിന്നെ ഈ ചോപ്പറിനകത്താണ് ചെറുതായിട്ട് കട്ട് ചെയ്തത്. വളരെ ഈസിയാണ് അതിനകത്ത് ചെയ്യുവാണെങ്കിൽ. ഇപ്പം നമ്മൾ ബീട്രൂട്ട് ചെയ്ത് കണ്ടു, എത്ര നന്നായിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് എത്ര സൈസ് ചെറുതാക്കി വേണമെങ്കിലും ഈ ചോപ്പറിൽ കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇഞ്ചിക്കറിക്ക് വേണ്ട ഇഞ്ചിയും നമ്മളിതിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും റേസിൻസും ഒന്ന് വറുത്തിടാൻ നെയ്യിൽ. ഇനി ഇത് നമ്മൾ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് ചേനയും മത്തങ്ങയും കുറച്ച് സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് ഉപ്പും മഞ്ഞളും ചുവന്നമുളകും കൂടി ഇട്ട് വേവിച്ചെടുക്കുകയാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മാഷ് ചെയ്ത് കൊടുത്തിട്ട് അരപ്പ് ചേർക്കണം. അരപ്പിനകത്ത് നമ്മൾ തേങ്ങയുടെ കൂടെ ജീരകം, പച്ചമുളക്, കറിവേപ്പില, ചുവന്നുള്ളി, മഞ്ഞൾ ഇതൊക്കെയാണ് അരയ്ക്കുന്നത്. അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുറച്ച് നേരം കൂടെ നമ്മളിത് തിളപ്പിച്ച് വെള്ളം വറ്റി വേണ്ടുന്ന കൺസിസ്റ്റൻസിയിൽ എത്തണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം. കടുക് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ നന്നായിട്ട് ചുവക്കെ വറുത്ത് ചേർക്കുന്നുണ്ട്. അതാണല്ലോ എരിശ്ശേരിയുടെ ഒരു പ്രത്യേക രുചിക്ക് കാരണം. അപ്പം ആ വറുത്തത് നമ്മളിതിലേക്ക് ചേർത്ത് ഇളക്കുകയാണ്. ഇത് നമ്മുടെ അവിയലിനുള്ള കഷ്ണങ്ങളാണ്. എല്ലാ കഷ്ണങ്ങളും കൂടെ ഒരുമിച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഉപ്പും
മഞ്ഞളും വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. വെജിറ്റബിളിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വേവിക്കുക. നന്നായിട്ട് വെന്ത് കഴിയുമ്പം നമുക്ക് ഇതിൻ്റെയും അരപ്പ് ചേർക്കണം. നമ്മുടെ അരപ്പ് ഏകദേശം നമ്മുടെ എരിശ്ശേരിക്ക് എടുത്ത പോലെയൊക്കെ തന്നെയാണ്. എന്നാൽ ഇതിനകത്ത് കുറച്ച് കടുക് പരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. എരിശ്ശേരിക്ക് അരച്ച് അത്ര അരയ്ക്കണമെന്നില്ല, കുറച്ച് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്യുന്ന പോലെ വന്നാലും മതി. ഇത് നമ്മൾ വെന്ത വെജിറ്റബിളിനകത്തോട് ചേർത്ത് കൊടുക്കുകയാണ്. അത് മിക്സ് ചെയ്യേണ്ട, അതിൻ്റെ മേളിൽ തന്നെ അങ്ങനെ വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് വേവിക്കണം. അരപ്പിൻ്റെ പച്ച മണം ഒക്കെ മാറി കഴിയുമ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെയും വെള്ളം വറ്റി കഴിയുമ്പം പുളിക്ക് ആവശ്യമായ തൈര് ചേർക്കണം. തക്കാളി നല്ല പുളിയുള്ളതാണെങ്കിൽ നമുക്ക് ഒത്തിരി തൈര് ചേർക്കണമെന്നില്ല. പുളിക്ക് ആവശ്യമായ തൈര് ചേർക്കുക. അതൊരു നല്ല കളറും കൊടുക്കും അവിയലിന്. അപ്പം തൈര് ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. തൈര് ചേർത്ത് കഴിഞ്ഞ് തിളപ്പിക്കാൻ നിൽക്കേണ്ട, നന്നായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് ഇളക്കാം. ഇനി ഇത് നമ്മൾ വെള്ളരിക്ക പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. മഞ്ഞൾ ചേർക്കാതെ വൈറ്റ് നിറത്തിൽ, വെള്ള നിറത്തിൽ തന്നെയുള്ള പച്ചടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് വെള്ളരിക്ക വേവിക്കണം. പിന്നെ അതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർക്കണം. ഇതിനകത്ത് നമ്മൾ കുറച്ച് കടുക് പരിപ്പ് ചേർത്ത് അരയ്ക്കുന്നുണ്ട്. അരപ്പും ചേർത്ത് നന്നായിട്ട് വെന്ത് കഴിയുമ്പം അതിലേക്ക് കടുക് വറുത്തിടണം. ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയുമാണ് നമ്മൾ വറുത്തിടുന്നത്. കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് സാമ്പാറിന് പരിപ്പും വെജിറ്റബിൾസും കൂടെ കുക്കറിലാണ് വേവിച്ചത്. ഇനി സാമ്പാർ പൊടി വറുത്ത് ഇടണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് തോരനാണ്. വാഴയ്ക്കായും ചെറുപയറും കൂടെയുള്ള തോരനാണ്. ചെറുപയർ നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത ചെറുപയറും വാഴയ്ക്കയും ചേർന്നുള്ള തോരനാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. തോരന് ഒരു നല്ല ടേസ്റ്റ്, നാടൻ ടേസ്റ്റ് വരാനായിട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പം അതിലേക്കൊരു ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് ഏത്തപ്പഴം പച്ചടിയാണ്, മധുര പച്ചടിയാണിത്. ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽ റെസിപ്പി കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി, ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ അതിൻ്റെ ഗ്യാപ്പിൽ സമയം കിട്ടിയപ്പോൾ കുറച്ച് പച്ചമോരുണ്ടാക്കി ഇഞ്ചിയും മുളകും പച്ചമുളകും പിന്നെ ഉള്ളിയും കൂടെ നന്നായിട്ട് ചതച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിരിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. മോരെപ്പോഴും നല്ലതാണ് പായസത്തിൻ്റെ ടൈമിലും സദ്യ കഴിഞ്ഞും ഒക്കെ ഒന്ന് കുടിക്കാനായിട്ട്. അപ്പോൾ പച്ചമോര് എന്തായാലും ഉണ്ടാക്കണം. ഇനി ഇഞ്ചിക്കറി ഉണ്ടാക്കുകയാണ്. ഇഞ്ചി ചെറുതായിട്ട് ആ ചോപ്പറിൽ തന്നെ അരിഞ്ഞിട്ട് നന്നായിട്ട് ചുവക്കുന്നിടം വരെ വറുക്കും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ പിക്കിൾ പൗഡറും ശർക്കരയും ഒക്കെ ചേർത്താണ് ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത്. ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളി ഇഞ്ചി അതൊക്കെയാണല്ലോ നമ്മുടെ ഓണസദ്യയുടെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം. ഇത്ര നേരം ആയപ്പോഴത്തേക്കിന് 1 മണിയായി. നമ്മുടെ 1-2 ഐറ്റം ബാക്കിയാണ്. അപ്പോൾ അതും കൂടെ എളുപ്പം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് രസം, തക്കാളി രസം ഉണ്ടാക്കുകയാണ്. വെളുത്തുള്ളി നല്ലപോലെ ചേർത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും
തക്കാളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ രസം പൊടിയാണ് ചേർക്കുന്നത്. രസം പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. പിന്നെ 1 ലിറ്ററോളം വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പോൾ രസം റെഡിയാവും. 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ രസം റെഡിയാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ പപ്പടം വറുത്തു. ബാക്കി അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കിന് ഒരു 1:45-2 മണി ആയപ്പോഴത്തേനാണ് നമ്മുടെ സദ്യ എല്ലാം റെഡി ആയത്. എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാമല്ലോ. ബീട്രൂട്ട് പച്ചടി, വെള്ളരിക്ക പച്ചടി, രസം, അവിയൽ, വാഴയ്ക്ക തോരൻ, പച്ചമോര്, എരിശ്ശേരി, സാമ്പാർ, ഏത്തപ്പഴം പച്ചടി, നാരങ്ങാക്കറി, ഇഞ്ചിക്കറി, ശർക്കര വരട്ടി, ഉപ്പേരി, നെയ്യ്, ഉപ്പ്, പപ്പടം, പിന്നെ ചോറും നമ്മുടെ പായസവും. പായസം ഇപ്പം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളവർക്ക് പഴം. പിന്നെ ഒരു രസത്തിന് എല്ലാവരും കൂടെ താഴെ ഇരുന്നാണ് കഴിച്ചത്. അതും ഒരു ട്രഡീഷണൽ ഓണത്തിൻ്റെ ഒരു സ്റ്റൈലാണല്ലോ. അപ്പോൾ താഴെ ഇരുന്ന് കഴിക്കാനായിട്ടാണ് എല്ലാവരും ശ്രമിച്ചത്. എന്തായാലും ചെറിയ ഒരു ആഘോഷമായിരുന്നെങ്കിലും ഓണം 2021 നന്നായിട്ട് ആഘോഷിക്കാനായിട്ട് ഇടയായി. അപ്പം എല്ലാവരും ഇനി ഒത്തിരി പ്രയാസമാണ് ഓണസദ്യ ഉണ്ടാക്കാൻ എന്നൊന്നും വിചാരിക്കേണ്ടത്. ഒറ്റയ്ക്കാണെങ്കിൽ പോലും എനിക്ക് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയല്ലോ. അപ്പം അടുത്ത വർഷം ഇനി ഓർഡറൊക്കെ ചെയ്യാതെ എല്ലാവരും വീട്ടിൽ തന്നെ ഒരു 2-2.5 മണിക്കൂർ ഒന്ന് പ്രയത്നിച്ചാൽ നമുക്ക് നല്ല ഓണസദ്യ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് എൻ്റർടൈനിങ് വീഡിയോസിനോടൊപ്പം കേരള ട്രഡീഷണൽ റെസിപ്പീസിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. കൂട്ടത്തിൽ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.